വടക്കാഞ്ചേരി കുമ്പളങ്ങാട് രവി സോഫ വർക്ക്. സാർ ഇപ്പോൾ എത്ര വർഷമായി ഈ മേഖലയിൽ? ഇവിടെ 5 വർഷം, സൗദിയിൽ 20 വർഷം ജോലി ചെയ്യുന്നു ഈ മേഖലയിൽ. ടോട്ടൽ 30 വർഷം. ഈ സോഫ നിർമ്മാണ മേഖലയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? നമ്മൾ ഗൾഫിൽ പോയപ്പോൾ നമ്മുടെ കമ്പനി ഈ ഫീൽഡിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് ഈ മേഖലയിൽ വന്നു. ഒരു നല്ല ഒരു സോഫ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം ഡ്യൂറേഷൻ ശരിക്കും വരിക? ഒരു സമയം നമ്മൾ പറയുമല്ലോ, അതെങ്ങനെയാണ് സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്? നല്ല സമയം വരുമ്പോൾ നമ്മൾ അത് പണിയുടെ ഇത് നോക്കുകയാണ്. ഫ്ലൈവുഡ് കട്ട് ചെയ്ത് എല്ലാം കൂടി വരുമ്പോൾ ടൈം പിടിക്കും. സാർ, ഒരു വർക്ക് എങ്ങനെയാണ് ഓർഡർ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നത്? ശരിക്കും വീട്ടിൽ പോയി ആദ്യം കാറ്റലോഗ് കാട്ടി കൊടുക്കും. കാറ്റലോഗ് കാട്ടി കൊടുത്ത് മൊബൈലിൽ ഫോട്ടോ കാട്ടുകയാണ്. അപ്പോൾ അവർ പറയും ഈ ഫോട്ടോത്തിൽ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട സോഫ തിരഞ്ഞെടുക്കും. എന്നിട്ട് നമ്മൾ ആ മൂല കുറഞ്ഞ വെച്ചാൽ മൂല അളവെടുക്കും. അളവെടുത്തിട്ട് കണക്ക് കൂട്ടിയിട്ട് ഒരു ഇത്ര റേറ്റ്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പണി തുടങ്ങുകയാണ്. അപ്പോൾ എത്ര ദിവസത്തേക്ക് പറഞ്ഞാൽ ആ ഡേറ്റിന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വർക്കുകൾ ഏത് ഏരിയയിലാണ് കൂടുതൽ? ഇപ്പോൾ നമ്മളിപ്പോൾ വടക്കാഞ്ചേരി അപ്പുറത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അവിടേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വണ്ടി വിളിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സോഫയ്ക്ക് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു വാറന്റിയോ എത്ര വർഷം വരെ നിൽക്കും എന്നുള്ള ഉറപ്പുകളൊക്കെ സാറ് കൊടുക്കാൻ പറ്റാറ്? നമ്മൾ എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനം ഇടുക. അപ്പോൾ നമുക്കറിയാം അതിങ്ങനെ പൊട്ടിച്ചാടില്ല എന്ന്. നല്ല അവർ പറയും മഹാഗണി മരം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല കനം, വീതിയും കനം, അതുപോലെ ഫ്ലൈവുഡ് നല്ല ക്വാളിറ്റി, അലാസ്റ്റിക് അടിക്കുന്നത് ഒക്കെ നല്ല ക്വാളിറ്റി ചെയ്യണം. അപ്പം നമുക്കറിയാമല്ലോ അത് സാധനം പൊട്ടി വീഴില്ലെന്ന്. അങ്ങനെ ഇതുവരെ ഇപ്പം ഞാൻ 4 വർഷമായി ഫീൽഡിൽ ഇറങ്ങി. ഇതുവരെ ആരും പൊട്ടിച്ചാടിയിട്ടോ ഇതുവരെ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ഇപ്പോഴും ആൾക്കാർ പറയും ഇപ്പോഴും ഇരിക്കാൻ നല്ല സുഖമാണെന്ന് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്. ഒരു കെയർ ഓഫ് വർക്ക് സാറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കാൻ കാരണം നമ്മൾ നല്ല പണിയാണ് ചെയ്യണ വർക്ക്. നമ്മളിപ്പോൾ ഒരു മഹാഗണി ആയാലും ഒരു മരം പറഞ്ഞത് അതുപോലെ സ്പോഞ്ച് ആയാലും അതുപോലെ തുണി കാറ്റലോഗിൽ പറഞ്ഞ തുണി, മരം ഒക്കെ നല്ല ക്വാളിറ്റി ചെയ്ത് കൊടുക്കും. പിന്നെ അവരോട് വന്ന് കണ്ടോളാൻ പറയും. അപ്പോൾ ചിലവർ വരില്ല, എന്നാലും ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. ഈ സ്പോഞ്ച് ഒട്ടിക്കൽ കഴിഞ്ഞിട്ട് തുണി അടിക്കണ മുമ്പ് എല്ലാം റെഡി ആക്കിയിട്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമാവും. അങ്ങനെയാണ് പണി വരുന്നത്. ഒരു സോഫ വർക്ക് ഒരു അളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ നല്ല ക്വാളിറ്റി സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരോട് ഇത്ര റേറ്റ് വരും. ഈ സ്പോഞ്ച് ആയാലും മരമായാലും അലാസ്റ്റിക് എല്ലാം നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിക്കുക. അപ്പോൾ ഇത്ര റേറ്റ്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. സാർ, കൂടുതൽ നമുക്ക് പുതിയ വർക്കുകളാണോ അതോ റീവർക്കുകളാണോ വരുന്നത്? രണ്ടും വരുന്നുണ്ട്. പുതിയതും വരുന്നുണ്ട്, റീവർക്കും വരുന്നുണ്ട്. അത് വന്നാൽ ഇത് പഴയ സ്പോഞ്ചും തുണിയൊക്കെ പറിച്ച് കളഞ്ഞ് അലാസ്റ്റിക്കൊക്കെ പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമതും പണിയെടുക്കും. പിന്നെ പെയിൻ്റ് അടിച്ച് വാർണിഷൊക്കെ ആകെ നാശമുണ്ടാവും. അതൊക്കെ ഉരച്ച് കളഞ്ഞ് രണ്ടാമതും വാർണിഷ് അടിച്ച് പുതിയതിൻ്റെ മാതിരിയാക്കി കൊടുക്കും. ശരിക്കും അപ്പോഴും ഇതിന് ഒരു ഈ പുതിയ വർക്കിൻ്റെ ഒരു ടൈം പീരീഡ് തന്നെ വരുന്നുണ്ട്? അത് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. ഈ ഉരച്ച് കളയുമ്പോൾ അതിനുള്ള ടൈം പിടിക്കുമല്ലോ. ഫാമിലി, വൈഫ്, 2 കുട്ടികൾ. ഗൾഫ് രാജ്യം ഈ നാടും തമ്മിൽ ഡിഫറൻറ്റ് എന്താ സാറിന് തോന്നിയിട്ടുള്ളത്? ഗൾഫിലെ മോഡൽ തന്നെ ഇവിടെയും വരുന്നത്. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ മോഡൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇപ്പോൾ ഗൾഫിൽ പണിയെടുക്കുമ്പോൾ 30 വർഷമൊക്കെ ഗൾഫിൽ പണി. അപ്പോൾ ആൾക്കാർക്ക് അറിയാം ഗൾഫിലെ മോഡൽ. അപ്പോൾ ആ മോഡലാണ് ഇവിടെ ചെയ്യണത്. പണ്ട് നമ്മുടെ നാട്ടിൽ വെറും ബെഞ്ചുമല്ല, ഒരു സാധാ ബെഞ്ചുമ സ്പോഞ്ച് ഒട്ടിച്ചിട്ടാണ് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയല്ലല്ലോ. ആഗ്രഹം എന്താ ശരിക്കും? ഇങ്ങനെ ഉയർന്നു പോകണം. കടകൾ ഇങ്ങനെ ഉയർന്നു പോട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്ര ആൾ 4 വർഷം ഇവിടെ ജോലി ചെയ്ത് നോക്ക്. നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് കുർമക്കാവ് അമ്പലത്തിൻ്റെ പരിസരത്ത് കനാലിൻ്റെ മുകളിൽ രവി സോഫ വർക്ക് ബോർഡ് കാണാം.